തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ KSUവിന് അതൃപ്തി. പ്രതിഷേധം രേഖപ്പെടുത്തി KPCC അധ്യക്ഷന് ജില്ലാ അധ്യക്ഷൻ കത്തയച്ചു. KSU ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല എന്നാണ് ആരോപണം. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അഖിൽ കെ ഉണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഈ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉള്ള ആളുകളുടെ എണ്ണം പ്രശ്നമില്ലാത്ത ആളുകളെക്കാൾ എത്രയോ കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ വരുന്ന വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ KSUവിന്റെ പ്രശ്നം എന്താണ്? അവർ KPCC അധ്യക്ഷൻ അയച്ച കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? വിനീഷ, വ്യാപകമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ KSUവിനുള്ളത്. കാരണം അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആളുകൾക്കുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ നൽകാൻ അത് പൂർണ്ണമായും KSUവിനെ തഴഞ്ഞു എന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ പൂർണ്ണമായും നേതാക്കളെയും പ്രവർത്തകരെയും തഴഞ്ഞ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകുന്നത്. അടികൊള്ളാനും ജയിലിൽ കടക്കാനും മാത്രമാണോ KSU പ്രവർത്തകർ എന്നൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ മുണ്ടക്കയം, അതായത് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ ചോദിച്ചിരുന്നെങ്കിൽ പോലും കേരള കോൺഗ്രസ് എന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് സ്വാഭാവികമായും ഈ മുണ്ടക്കയം സീറ്റ് ജില്ലാ കമ്മിറ്റിയിലെ സീറ്റ് KSUവിന് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ, അതായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ KSUവിന്റെ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ മറ്റൊരു KSUവിന്റെ പ്രവർത്തകനും സീറ്റ് നൽകുന്നത് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റിന് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലും അവഗണിക്കപ്പെട്ടു എന്ന കാര്യമാണ് KSU ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ KPCC അധ്യക്ഷന് ഒരു കത്ത്, ഒരു പ്രതിഷേധമായിട്ടുള്ള ഒരു കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ KSUവിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം വലിയ രീതിയിൽ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം പ്രവർത്തകരെ പൂർണ്ണമായും തഴഞ്ഞു എന്നൊരു ഒരു വികാരം തന്നെയാണ് ഈ ഗ്രൂപ്പിനുള്ളിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഒരേപോലെയുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയ വിമർശനം നേതൃത്വത്തിനെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടികൊള്ളാനും ജയിലിൽ കിടക്കാനും മാത്രമായി പ്രവർത്തകരെ മാറ്റുന്നു. ഒരു സീറ്റിന്റെ കാര്യം വന്നപ്പോൾ അതിൽ പ്രവർത്തകർക്ക് വേണ്ട പരിഗണന നൽകിയില്ല എന്നുള്ളതിനാണ്. അതായത് ഈ KSUവിന് ജില്ലയിലാകെ നൽകിയപ്പെട്ടിരുന്ന ഒരു സീറ്റ് ഒരു വനിതാ KSU പ്രവർത്തകയാണ്. അത് സജീവ പ്രവർത്തകയല്ലെന്നും KSU ആവശ്യപ്പെട്ടതല്ല, വനിതാ സംവരണമായതുകൊണ്ട് മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് മാത്രം നേതൃത്വം അയാളിലേക്ക് ഒതുങ്ങിപ്പോയതാണെന്ന് വിമർശനമാണ് KSU ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും KSU നേതൃത്വം വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു കത്ത്, പ്രതിഷേധം അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് KPCC അധ്യക്ഷന് തന്നെ KSUവിന്റെ ജില്ലാ നേതൃത്വം കൈമാറിയിരിക്കുകയാണ്. സീറ്റ് നിർണയത്തിൽ ഇന്ന് കൃത്യമായ തീരുമാനം വരും. ആരൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഈ പറയുന്ന KSUവിന്റെ പ്രവർത്തകരാരും തന്നെ ഇല്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കോ പരസ്യ പ്രതികരണങ്ങളിലേക്കോ KSU നേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരും പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വിനീഷ്, ശരി. K. അഖിലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.